പവന്റെ വില ഒരു 40,000-ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഓടിച്ചെന്ന് കണ്ടമാനം സ്വർണം വാങ്ങിച്ചു കൂട്ടിയാൽ ചിലപ്പോൾ ക്യാപിറ്റൽ ലോസ് എന്ന് വന്നുകൂടായികയില്ല. പിന്നെ സ്വർണം എന്ന് പറയുന്നത് ഒരു ഗ്യാംബ്ലിംഗ് പോലെയാണ്. സ്വർണത്തിൽ പക്ഷെ ഒരു കാര്യമാണ്, ഗ്യാംബ്ലിംഗിൽ നഷ്ടപ്പെട്ടാൽ മുഴുവൻ നഷ്ടപ്പെടും, സ്വർണത്തിൽ നഷ്ടപ്പെട്ടാലും കാര്യമായിട്ട് നഷ്ടപ്പെടില്ല. പിന്നെ നിങ്ങൾ 54,000-ന് മേടിച്ചാലും 54,000 വരുമെന്നേ. ഇനിയും പ്രതിസന്ധികൾ ആഗോളതലത്തിൽ ഉണ്ടാകും. അപ്പോഴേക്കും വീണ്ടും സ്വർണത്തിന്റെ വില 54,000 കടന്ന് മുകളിലെത്തും. അതിന് ചിലപ്പോൾ 10 വർഷം പിടിച്ചെന്നിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള സ്വഭാവമുള്ള സ്വർണത്തില് വിന്യസിക്കാം, വിന്യസിക്കാതിരിക്കാം. അതായത് പെട്ടെന്ന് അതായത് എന്താണ് സേഫായിട്ട് നിങ്ങളുടെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ സ്വർണത്തിൽ നിക്ഷേപിക്കാം. പക്ഷെ നിങ്ങളുടെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ എന്ന് വിചാരിച്ച് സ്വർണത്തിൽ നിങ്ങൾ നിക്ഷേപിക്കരുത്. പെൺകുട്ടി നിങ്ങളുടെ അസറ്റാണ്. സ്വർണത്തെക്കാളൊക്കെ എത്രയോ മൂല്യവത്തായ അസറ്റ്. അവളെ അങ്ങനെ തന്നെ വളർത്തുക. അവൾ മിടുമിടുക്കിയായിട്ട് ബുദ്ധി കൊണ്ട് ലോകത്തെ ഭരിക്കട്ടെ. ആ തരത്തിലേക്ക് അവളെ വളർത്തി വിടുക. അതല്ലാതെ അവൾക്ക് വേണ്ടി സ്വർണത്തിൽ നിക്ഷേപിച്ചല്ല നിങ്ങൾ അവളെ വളർത്തേണ്ടത്. ഏകാധിപത്യ സ്വഭാവമുള്ളവര്, അങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഇപ്പൊ ലോകത്ത് മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഏകാധിപത്യ സ്വഭാവം ബാധിച്ച് ഭ്രാന്തന്മാരായിട്ടുള്ള, അതായത് അധികാര ഭ്രാന്തന്മാരെയാണ് നമ്മളിപ്പോ ലോകത്ത് എല്ലായിടത്തും കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ അധികാര ഭ്രാന്തന്മാരുള്ളപ്പോ ഒരു പക്ഷെ ഒരു 3-ാം ലോക മഹായുദ്ധം വന്നുകൂടാ എന്നില്ല. അത്തരം ഒരു സാഹചര്യത്തില് സ്വർണത്തിലാണ് നിക്ഷേപിക്കാൻ നല്ലത്. കാരണം ഒരു യുദ്ധം വന്നാൽ അമേരിക്കൻ ഡോളറിന്റെ വിലയും താഴേക്ക് പോകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അധികപ്പറ്റുള്ള ധനം സ്വർണമായിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് സ്വർണത്തിലേക്ക്, അതായത് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാവുന്ന പണം, ഡോളറിൽ നിക്ഷേപിക്കാവുന്ന പണം, ഇതൊക്കെ വന്നു വീഴുന്നത് സ്വർണത്തിലാണ്. അങ്ങനെയാണ് സ്വർണത്തിന്റെ വില ഇത്രയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോ സ്വർണത്തിൽ ഇങ്ങനെ ആർത്തി പിടിച്ച് പണക്കാര്, അതായത് പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള മാതാപിതാക്കളുടെ കാര്യമാണ് ഏറ്റവും സങ്കടകരമായത്. അവർക്ക് ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ വച്ചടി വെച്ച് പോകുന്നത് കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കും. അത്തരം മാതാപിതാക്കൾ എന്താ ചെയ്യേണ്ടത്? സ്വന്തം മക്കളെ, ഏത് മാതാപിതാക്കളും കുട്ടിക്കാലത്തെ പറഞ്ഞു ശീലിപ്പിക്കുക. ഈ മഞ്ഞ ലോഹം കെട്ടിത്തൂക്കുന്നതുകൊണ്ടല്ല ഒരു പെൺകുട്ടിയും പെൺകുട്ടിയായി മാറുന്നത്, ഒരു പെൺകുട്ടിയും ഒരു അസറ്റായി തീരുന്നത്. അവളുടെ ബുദ്ധി വൈഭവം കൊണ്ടാണ്. അവൾ ബുദ്ധിപരമായിട്ട് എങ്ങനെ മുന്നേറണം എന്ന് കണ്ടുകൊണ്ട് ചതുരംഗ കളിയിലെ കട്ടകളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പഠിച്ച് തൻ്റെ ജീവിതത്തിലെ കട്ടകളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പഠിക്കുകയാണ് ഒരു പെണ്ണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഒരു പെൺകുട്ടിക്കും സ്വർണം കിട്ടിയില്ല അല്ലെങ്കിൽ സ്വർണം കൊടുത്തില്ല എന്നതൊരു ദുഃഖമായി തീരേണ്ട കാര്യമില്ല. കാരണം അവളുടെ വിധി അവൾ തന്നെയാകും എഴുതുക. അത്ര ശക്തരാണ് സ്ത്രീകൾ എന്ന് ലോകത്തിലെ ശക്തരായ സ്ത്രീകൾ കാണിച്ചതുണ്ട്. ഈ പ്രാവശ്യത്തെ തന്നെ നമ്മുടെ സിവിൽ സർവീസിൽ, കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസിലാണെങ്കിൽ ആദ്യ 4 റാങ്കുകളും പെൺകുട്ടികൾക്കായിരുന്നു. ഈ പ്രാവശ്യവും ഒട്ടും മോശമല്ലാത്ത നിലവാരത്തിൽ തന്നെയാണ് പെൺകുട്ടികൾ സിവിൽ സർവീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ പോലെ തന്നെ ബുദ്ധിപരമായി ഈ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മിടുക്കരാണെന്ന് കണ്ടുകൊണ്ട് സ്വർണം വാങ്ങിയില്ലെന്നോർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ മകളാണ് എൻ്റെ ആസ്തി, അവൾ എനിക്ക് ബാധ്യതയല്ല എന്ന ധൈര്യത്തോടു കൂടി മാതാപിതാക്കൾ മുന്നേറുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് സ്വർണത്തിന്റെ വില കുതിച്ചു കയറുന്നതിനെ ആകുലപ്പെടേണ്ട കാര്യമില്ല. പിന്നെ പണക്കാര്, സ്വർണത്തിൽ നിക്ഷേപിച്ച് അത് കരുതി വെക്കുന്ന വലിയ പണക്കാര്, അങ്ങനത്തെ വലിയ പണക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ വിലയിൽ കൂടുതൽ സ്വർണം വാങ്ങി വെക്കുന്നത് ബുദ്ധിപരമായിരിക്കുകയില്ല. കാരണം പുതിൻ ഒരു പക്ഷേ ഈ 3-ാം ലോക മഹായുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാക്കി കാണിക്കുന്നതാകാം. അതല്ലാതെ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്തു ചാടാനുള്ള ധൈര്യം പുതിൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കാരണം കൊണ്ട്? കാരണം പേടിപ്പെടുത്തുന്നത് ഇറാന്റെ ഒക്കെ കൂടെ ചേർന്ന് ഇസ്രായേലിനെ വകവരുത്തി കളയാം എന്ന് വിചാരിച്ചാകും. പക്ഷെ ഇസ്രായേലിന്റെ ശക്തി 2-ാം ലോക മഹായുദ്ധത്തിൽ ഈ ലോകം കണ്ടതാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും വർഷിച്ച ബോംബിന്റെ ഉൽപാദക കേന്ദ്രം സത്യം പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ആറ്റത്തിന്റെ ശക്തി കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിനെ നശീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല. അത് പക്ഷെ യുദ്ധത്തിലെ സഖ്യകക്ഷികളുടെ തീരുമാനമായിരുന്നു. അതനുസരിച്ചാണ് ആറ്റം ബോംബാക്കി വർഷിച്ചത്. അപ്പൊ ഇതൊക്കെ അറിയുന്ന ജൂവിഷ് പോപ്പുലേഷൻ, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ബുദ്ധി കൂർമ്മതയുള്ള ഒരു പോപ്പുലേഷനാണ് ജൂവിഷ് പോപ്പുലേഷൻ. അവരെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് പുതിനും അറിയാമായിരിക്കും.
അപ്പൊ അതറിയാമെങ്കിൽ പുതിൻ തീർച്ചയായിട്ടും, അതായത് ഈ ആറ്റം ബോംബിനും ശേഷം അതിനേക്കാൾ പ്രഹരശേഷിയുള്ള മറ്റെന്തൊക്കെയാണ് ജ്യൂസിന്റെ കയ്യിൽ ഇരിക്കുക എന്നറിയാത്ത പുതിൻ ഒരു കാരണവശാലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്തു ചാടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ അത് മുഴുവൻ കൊടുത്ത് സ്വർണം വാങ്ങി വെച്ച് കളയാം എന്നൊന്നും ധരിക്കേണ്ട. പക്ഷേ സ്വർണത്തിന്റെ വില ഒരുപാട് താഴേക്ക് പോവുകയുമില്ല, ഇനി ഒരുപാട് മുകളിലേക്ക് പോകാനും സാധ്യതയില്ല. കാരണം കോവിഡ് കാലത്ത് നമുക്കറിയാം 21,000 രൂപ ഒരു പവന് വിലയുണ്ടായിരുന്നു കോവിഡ് കാലത്ത്. അത് കോവിഡ് കാലം കഴിഞ്ഞ് പതുക്കെ പൊങ്ങി പൊങ്ങി, അതായത് യുക്രൈൻ യുദ്ധമൊക്കെ അങ്ങോട്ട് വന്ന് പൊങ്ങി 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 38,000, 39,000, 40,000 ചുറ്റുവട്ടത്തിൽ 3-4 വർഷം കളിച്ചു. അതിനുശേഷം ഇതാ ഇപ്പോ 54,000 രൂപ വരെ എത്തിയിരിക്കുന്നു. അപ്പൊ ഈ 54,520 രൂപയുടെ ചുറ്റുവട്ടത്തിൽ കുറെ കളിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു പക്ഷേ 40,000 താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് കാരണം കൊണ്ട്, അതായത് നോർമൽസി വന്നാൽ, അതേസമയത്ത് തേർഡ് വേൾഡ് വാർ വരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ മുകളിലേക്ക് പോകും.